അതെ, ഇന്നലെ ഞാനൊരു കപ്പ പുഴുക്കിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വിളമ്പിയത് നല്ല എരിവുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഈ ചിക്കൻ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കണം. പെരുംജീരകം ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കരിയാതെ നോക്കണേ. ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്നും കരിയാതെ നോക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 3 സവോള അരിഞ്ഞതും ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ള മസാല വേണം റെഡിയാക്കാൻ. അപ്പോൾ ആ സവോള ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 2.5 സ്പൂണ് മുളക് പൊടി. ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ആ സൈഡിൽ വെച്ച് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടിയുടെ മണം മാറിയതിന് ശേഷം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 600 ഗ്രാം ചിക്കൻ ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്താണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വരും. ഇപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതിനൊപ്പം തന്നെ നല്ല തിളച്ച വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി ആ ചാറ് കുറുകി ആ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി അത് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഈ സമയത്ത് നമുക്കതിലേക്കുള്ളൊരു താളിപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഉള്ളി ഒരു 10 പീസ് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറിയില്ലേ, അതിലേക്ക് ഈ താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്തിടുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കയ്യിലുണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം അത് സെർവ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ